ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷാ വിജയത്തിന് എന്തെങ്കിലും സ്വിച്ച് കോഡോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നത് എക്സാമിന് തയ്യാറെടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളൊരു പെന്നും ഒരു പേപ്പറും എടുത്തിട്ട് നമ്പർ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ സ്വിച്ച് കോഡ് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ടഫായിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് ഫസ്റ്റ് പേജ് തുറക്കുമല്ലോ, ഓപ്പൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് വിടുക. ലെഫ്റ്റ് സൈഡ് വിട്ടിട്ട് റൈറ്റ് സൈഡിലാണ് ബ്ലൂ പെൻ കൊണ്ടാണ് കേട്ടോ എഴുതുന്നത്. ബ്ലൂ മഷിയുടെ പേന കൊണ്ടാണ് എഴുതേണ്ടത്. ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട് നമ്പർ. ഇതാണ് നമ്മുടെ സ്വിച്ച് കോഡ് 441819133998. ഒന്നുകൂടെ പറയാം, 441819133998. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ ലെഫ്റ്റ് സൈഡ് വിട്ടിട്ട് റൈറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡെയിലി പഠിക്കാൻ നേരത്ത് ഈ ഒരു നമ്പർ മനസ്സിൽ പറഞ്ഞിട്ട് വേണം ബാക്കി തുടങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹോളിലൊക്കെ ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇത് റിവിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ ഇത് വന്നോളൂ. അപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ ഈ നമ്പർ പറഞ്ഞിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇത് പവർഫുള്ളായിട്ടുള്ളൊരു സ്വിച്ച് കോഡാണ്, ഏഞ്ചൽ നമ്പറാണ്. വളരെ പോസിറ്റിവിറ്റി ഉള്ളൊരു ന്യൂമറോളജി കണക്റ്റഡ് ആയിട്ടുള്ള, വളരെ പരീക്ഷാ വിജയത്തിന് ഉള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു നമ്പറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ പഠിക്കാനുള്ളത് പഠിക്കണം. പഠിക്കാതെ പോയിട്ട് വെറുതെ ഈ നമ്പർ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കാനുള്ളത് പഠിക്കണം. അതിൻ്റെ കൂടെ ഒരു മികച്ച വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ എക്സാമും നിങ്ങൾ സക്സസ് ആവട്ടെ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. Okay, bye. Thank you.